ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി മാർക്കോ കണ്ട്. പടം കൊള്ളാം. ഈ തള്ളിമറിച്ചത്ര വയലൻസ് ഒന്നുമില്ല. ശരി തന്നെ, മറ്റേ കുട്ടികൾക്കൊന്നും കാണാൻ പറ്റൂല. പിന്നെ വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി കണ്ട് ഇത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുക. മറ്റേ പെമ്പിള്ളേരൊക്കെ അത് കണ്ട് വാള് വെച്ച്, പിന്നെ സിനിമ അവസാനം വരെ കണ്ടില്ല, കുറേ പേര് ഇറങ്ങിപ്പോയി. അത്ര തള്ളിമറിച്ചത്ര ഒന്നുമില്ല വയലൻസ്. പിന്നെ കുട്ടികളാണ്. സെക്കൻഡ് ഹാഫ് വയലൻസ് ഉണ്ട്, വയലൻസ് ഇല്ല എന്നല്ല. പിന്നെ റൈഫിൾ ക്ലബ്ബ് ആ സിനിമയും കണ്ടു ഇന്നലെ. അതും ഇതും ഒരേ സ്റ്റോറി ബേസ് തന്നെ. റൈഫിൾ ക്ലബ്ബിലാണെങ്കിൽ വില്ലൻ്റെ അനിയനെ കൊല്ലുന്നതുകൊണ്ട് വില്ലന്മാരുടെ ടീം റൈഫിൾ ക്ലബ്ബിലോട്ട് പറഞ്ഞത്. മാർക്കോയുടെ അനിയനെ കൊന്നതുകൊണ്ട് അതിനെ പ്രതികാരം തീർക്കുകയാണ്. എല്ലാം രണ്ടും ഒരേ സ്റ്റോറി ബേസ് തന്നെ. രണ്ട് സിനിമയും കൊള്ളാം. മാർക്കൊക്കെ ഇത്ര മൗത്ത് പബ്ലിസിറ്റി കിട്ടിയതുകൊണ്ടാണ് ഈ റൈഫിൾ ക്ലബ്ബ് സൈഡായത്. അതാണ് തിയേറ്ററിൽ ആളില്ലാത്തത്. രണ്ട് സിനിമയും കൊള്ളാം. പിന്നെ തിലകൻ ചേട്ടൻ്റെ കൊച്ചുമോണ്ടല്ലോ, നമ്മളെ ഷമ്മി ചേട്ടൻ്റെ മോയ്, അവൻ ഒരു രക്ഷയില്ല. അവൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയില്ല, അത്രയ്ക്കും നല്ല പെർഫോമൻസ് ആണ്. വില്ലൻ മറ്റേ കബീർ സിംഗ് അങ്ങനെ സെക്കൻഡ് ഹാഫാണുള്ളത്. ഇങ്ങനെ കൊള്ളാം, അടിപൊളിയായിരിക്കണം സിനിമ. എന്തായാലും ഉണ്ണി മുഹമ്മദ് നല്ല ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ സിനിമ കാണുന്നത്. ഇനിയും ഒരുപാട് നല്ല സിനിമ. അനിഫാദനി ഞെട്ടിച്ചളഞ്ഞു, ഒരു രക്ഷയില്ല. എഡിറ്റ് ആണെങ്കിൽ മാരക എഡിറ്റിങ് കേട്ടാ. എല്ലാം കൂടെ പടം കൊള്ളാം. രണ്ട് പടവും കൊള്ളാം. റൈഫിൾ ക്ലബ്ബും കൊള്ളാം, ഇതും കൊള്ളാം. ഇപ്പോൾ ഇറങ്ങുന്ന മലയാള സിനിമ ഒട്ടുമിക്ക സിനിമ ഞാൻ കണ്ടില്ല. എക്സ്ട്രാ ഡീസൻറ്റ് സുരാജേട്ടൻ്റെ, അതും നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത്. ഇപ്പം ഇറങ്ങണ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമയെക്കാളും കൊള്ളാം നമ്മളെ മലയാള സിനിമയാണ്. 2024 സിനിമ നമുക്ക് മലയാള സിനിമയ്ക്ക് നല്ലൊരു രാശി വർഷമാണ്. പ്രേമലൂർ തുടങ്ങിയാണ്. അതിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ സിനിമകളും ബേസിൽ അഭിനയിച്ച എല്ലാ സിനിമയും കൊള്ളാം. അതേപോലെ എല്ലാ സിനിമയും കൊള്ളാം. അപ്പോൾ ബൈ ഗൈസ്.